ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സായിട്ട് യു എയിൽ വന്നവരോ വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്ത് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും യു എയിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അതിലൂടെ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഇയർ എക്സ്പീരിയൻസ് മാൻഡറ്ററി ആയിട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഫ്രഷേഴ്സിനും ഇപ്പോൾ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആക്ച്വലി നമുക്ക് ഫ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഫ്രഷർ എന്ന് പറഞ്ഞാൽ യു എയിൽ ഫസ്റ്റ് ടൈമായിട്ട് വരുന്ന ഫ്രഷർ, ആദ്യമായിട്ട് യു എയിൽ വർക്ക് ചെയ്യുന്നത്, അതിന് ഫ്രഷർ എന്ന് നമ്മൾ പറയുമല്ലോ. അതാണ് ഞാൻ ഫ്രഷർ എന്ന് പറഞ്ഞിട്ട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്രീവിയസ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രഷറിനെ ഹയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് പഠിച്ചിറങ്ങിയിട്ട് അപ്പം തന്നെ വരുന്ന ആ ഒരു ഫ്രഷറല്ല ഞാൻ ഉദ്ദേശിച്ചത്. നാട്ടിൽ ഒരു 2 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് മസ്റ്റായിട്ട് എടുക്കണം. ആ നാട്ടിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസും പിന്നെ ഡാറ്റ ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ലൈസൻസ് അതായത് ഇപ്പോൾ ഏത് എമിറേറ്റ്സിലാണോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ എമിറേറ്റ്സിലെ ലൈസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുക ചാൻസ് കുറേ കൂടുതലുണ്ടാവുള്ളൂ. പിന്നെ പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിന് ജോലി ഉണ്ട് വിത്തൗട്ട് ലൈസൻസിന്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഏതൊക്കെ കാറ്റഗറിയിലാണ് അത് വരിക എന്നുള്ളത്. ചില ക്ലിനിക്സിലും പിന്നെ ഹോം കെയറും, മെയിനായിട്ട് ഹോം കെയർ ഉള്ളൂ. ഇപ്പോൾ ക്ലിനിക്കിലാണെങ്കിലും ഹയർ ചെയ്യുന്നത് ഹോം കെയറിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. വിത്തൗട്ട് ലൈസൻസും ഫ്രഷറായിട്ടുള്ള, അതായത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രഷർ, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എവിടെയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ലൈസൻസും ഇതും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ കയറാം. ഹോം കെയറും ചില ക്ലിനിക്സിലും അതും ഒരു 100-ൽ എന്താ പറയുക ഒരു 95% ചാൻസിൽ ഒരു 5% ഒക്കെ ഉള്ളൂ അങ്ങനത്തെ ഇതിൽ വിത്തൗട്ട് ലൈസൻസിൽ ഫ്രഷറായിട്ടുള്ളത് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ 2 ഇയർ ഇപ്പം നാട്ടിലോ എവിടെയെങ്കിലും 2 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് മസ്റ്റായിട്ട് വേണം. പിന്നെ ലൈസൻസും വേണം. ലൈസൻസ് എടുക്കണമെങ്കിൽ അതായത് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ മസ്റ്റായിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെ 2 ഇയർ എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫ്രഷറായിട്ട് വരുന്നത്, അതായത് ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് നമുക്ക് എവിടെയെങ്കിലും വേണം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ഫ്രഷറായിട്ട്, അതായത് നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്, അപ്പോൾ നിങ്ങളൊരു ഫ്രഷറാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ജോലി കിട്ടും. ബട്ട് ലൈസൻസ് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് വേണം. എന്നാലും നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഹോം കെയർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകേണ്ടി വരും. അതിൽ ലെസ് സാലറി ആയിരിക്കും. പിന്നെ നമ്മൾ ഈ നേഴ്സിംഗ് റിലേറ്റഡ് മാത്രമല്ല ചെയ്യേണ്ടി വരിക, അല്ലാത്ത കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറും ചെയ്യും. അതിന് ഹ്യൂജ് വാക്കൻസികൾ അങ്ങനെ ആയിട്ടില്ല. ലെസ് സാലറിയാണ്. അത് അധികം ANMs അങ്ങനത്തെ ആൾക്കാരൊക്കെ അതിൽ പോവുള്ളൂ. നിങ്ങളൊരു രജിസ്റ്റേർഡ് നേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഇതിലേക്കൊന്നും പോവാണ്ട് ലൈസൻസ് ഒക്കെ എടുത്ത് 2 ഇയർ എക്സ്പീരിയൻസ് എടുത്ത് ലൈസൻസും എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കൊരു നല്ല അറ്റ്ലീസ്റ്റ് ഒരു ക്ലിനിക്കിലെങ്കിലും ജോലി ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പം അതാണ് ഫ്രഷറും എന്താ പറയുക തമ്മിലുള്ളൊരു ഇതെന്ന് പറയുന്നത് കേട്ടോ. അത് എക്സ്പീരിയൻസ് ഉള്ളതും ഫ്രഷറും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയക്കണം. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത്, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.